ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഫീസർ സെൻട്രിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പെർമനന്റ് കമ്മീഷൻ ആണ്. അപ്പോൾ എന്താണ് പെർമനന്റ് കമ്മീഷൻ, എന്താണ് ഷോർട്ട് കമ്മീഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് നിങ്ങൾക്ക് BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചില ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ട്, അതെല്ലാം വിശദമാക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിശദമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന നല്ലൊരു എൻട്രിയാണ്. ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇനീഷ്യലായിട്ട് നിങ്ങളുടെ ആ ഒരു പോസ്റ്റിൻ്റെ പേര് വരുന്നത്. ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പോൾ ആ ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന ആ ഒരു തസ്തികയിൽ നമുക്ക് എന്താണ് 1 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സാലറി ഉണ്ടാവും. പിന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, നിങ്ങൾ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള എന്താണ് ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ എന്താണ് എൻട്രി നോക്കി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിവിധ ഗ്രൂപ്പുകളൊക്കെ ഇടുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും മിസ്സാവില്ല. എല്ലാവിധ നോട്ടിഫിക്കേഷൻ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് കൂടെ കാണാം. അപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം TGC 140, അതായത് ഈ പറയുന്ന 140th ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിശ്ചിതമായുള്ളൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റുകൾ പറയുന്നത് 2025 ജനുവരിയിലായിരിക്കും. അപ്പോൾ അത് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂണിൽ വെച്ചായിരിക്കും ആ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ഇത് പെർമനന്റ് കമ്മീഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും, സംശയമുള്ളവർക്ക് ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകട്ടോ. അപ്പോൾ എന്താണ് പെർമനന്റ് കമ്മീഷൻ എന്ന് വെച്ചാൽ, നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് വരെ നമുക്ക് എന്താണ് സർവീസിൽ ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിളിക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് 10 വർഷത്തേക്കാണ് ഇനിഷ്യലി വിളിക്കുക. ആ 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ സർവീസിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം. അതെല്ലാം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 4 വർഷം പാടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ രീതിയിൽ 14 വർഷം വരെ നമുക്ക് ആ സർവീസ് തുടരാവുന്നതാണ്. അപ്പോൾ അതാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഈ പെർമനന്റ് കമ്മീഷനാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ എന്താണ് 140 ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുക, എങ്കിലും നിങ്ങൾക്ക് എന്താണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ഒരു ചാൻസ് ഇതിൽ പറയുന്നുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് നമുക്കിത് എന്താണ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതാണ്. അപ്പം ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം വ്യക്തമായിട്ട് നല്ല മാർക്ക്, നിങ്ങളുടെ എന്താണ് ഗ്രാജുവേഷൻ്റെ മാർക്കിൻ്റെ, അതായത് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിലുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. 20 to 27 ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അത് ഈ പറയുന്ന 1 ജനുവരി 2025 ഈ ഏജ് കണക്കാക്കുന്നത് കേട്ടോ. 20-ൻ്റെയും 27-ൻ്റെയും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓർ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പാസ്സായി എന്നുള്ളതിന് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, 1 ജനുവരി 2025 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്തേക്ക് നിങ്ങൾ റെഡിയാക്കി വെക്കണം എന്നുള്ളതാണ്. അത് അല്ല, നമ്മൾ 1 ജനുവരി 2025 ശേഷം നമ്മൾ പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല കേട്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ജനുവരി 2025 ഉള്ളിൽ നമ്മുടെ റിസൾട്ടൊക്കെ വരും എന്നുറപ്പുള്ള ഉദ്യോഗാർത്ഥികൾ മാത്രം നിങ്ങൾക്ക് എന്താണ് ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാദമിക് ആ ഒരു കോഴ്സ്, ആ ട്രെയിനിങ് തുടങ്ങിയത് ആ ഒരു സമയം മുതൽ 12 ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. അത് പ്രത്യേകമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം 1 ജനുവരി 2025 എന്ന് പറയുന്ന ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഇതാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്, ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റിൽ നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല കേട്ടോ. അപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ജനുവരി 2025 ഉള്ളിൽ നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ അല്ല എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ എക്സാം ഈ പറയുന്ന 1 ജനുവരി 2025 ശേഷം എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 1 ജനുവരി 2025 മുൻപ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സാം ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം.
ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം സിവിൽ. അപ്പോൾ സിവിലുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന ഡിസിപ്ലിനിൽ ഏതെങ്കിലും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ, ഇക്വലൻ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, സിവിലുമായി ബന്ധപ്പെട്ട് ഏത് ഡിസിപ്ലിൻ അവിടെ കൊടുത്തിരിക്കുന്ന ഏത് ഡിസിപ്ലിൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പം ഞാൻ ജസ്റ്റ് വായിക്കുന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളതുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിവിലിൽ നമുക്ക് 7 വേക്കൻസിയാണ്, പിന്നെ വരുന്നത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ 7 വേക്കൻസിയാണ് വരുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ നമുക്ക് MSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ അതിൻ്റെ താട്ടോ, ഞാൻ ജസ്റ്റ് MSc ഇൻഫർമേഷൻ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, MSc ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ തന്നെ BA or BTech കഴിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇക്വലൻ്റ് കൊടുത്തിട്ടുണ്ട്. 3 വേക്കൻസിയാണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കട്ടോ. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ഡിസിപ്ലിനും ഇക്വലൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന കോളങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് MSc എന്ന് കൊടുത്തുകൊണ്ട് അങ്ങനെ അത് MSc കഴിഞ്ഞവർക്ക് അതിലേക്കും അപ്ലൈ ചെയ്യാം, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഇക്വലൻ്റ് ആയിട്ട്. പിന്നെ മെക്കാനിക്കൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം 7 വേക്കൻസിയാണ് അതിൽ. പിന്നെ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മിസ്ലേനിയസ് എഞ്ചിനീയറിംഗ് ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ ബ്രാഞ്ചുകളല്ലാതെ മറ്റു ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ 2 വേക്കൻസിയാണ് കേട്ടോ. അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒട്ടനവധി ഡിസിപ്ലിൻ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം നമുക്ക് 30 വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ യാതൊരുവിധ എക്സാമോ കാര്യങ്ങളോ ഇല്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഒരു സ്കീമാണ്. നിങ്ങളുടെ ഗ്രാജുവേഷനിൽ നിങ്ങൾ നല്ല മാർക്ക്, ഉയർന്ന മാർക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ഇനീഷ്യൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ അതിൽ ഉൾപ്പെടുന്ന നമുക്ക് മെയിൽ വരും. മെയിൽ വന്നാൽ നമുക്ക് പിന്നീട് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ദിവസമൊക്കെ എടുക്കും കേട്ടോ. ഓക്കെ, ആ ഇൻ്റർവ്യൂ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള അത് നമുക്ക് ആ ഒരു ഫീയോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിടാം, നിങ്ങൾക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ ലെവലിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ തന്നെ വേണം കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ TGC 140 എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഇതിൽ ആപ്പാടെ 30 വേക്കൻസിയല്ലേ ഉള്ളൂ. അപ്പോൾ 30 വേക്കൻസിയിൽ ഉൾപ്പെട്ടില്ല. ഇൻ കേസ് നമ്മൾ അതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളൊരു സാധ്യതയിൽ പറയുന്നുണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ടെക് കോഴ്സ് ഏപ്രിൽ 25 വരും, 2025. ഓക്കെ, 2025 ഈ പറയുന്ന നമ്മുടെ SSC അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ടെക്നിക്കൽ വരും. അപ്പോൾ ആ ടെക്നിക്കലിലേക്ക് നമ്മളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്ട്രീമിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനിൽ നമുക്ക് ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളെ പരിഗണിക്കും എന്നുള്ള കാര്യങ്ങൾ, നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അതിലേക്ക് നമ്മളെ പരിഗണിക്കും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നമുക്കുള്ളൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ 30 വേക്കൻസി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സ്കീം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ ആ ഒരു ടെക്നിക്കൽ സ്കീം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും പരിഗണിക്കുന്നുള്ള കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ ഏജ് കാര്യങ്ങളൊക്കെ അവിടെ നോക്കാം. ഇനി ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ സർവീസിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു നിശ്ചിത ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് ആണ് ഡെറാഡൂണിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്ന തസ്തികയിലാണ്. അത് കമ്മീഷനിൽ നമുക്ക് കിട്ടുന്ന പോസ്റ്റ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 2 വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് നമുക്ക് പ്രൊമോഷൻ, പിന്നെ മേജർ, അങ്ങനെ ഓരോ വർഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ലെഫ്റ്റനൻ്റ് ആയിട്ട് കയറിയാൽ നമുക്ക് ആർമിയുടെ ചീഫ് വരെ ആകാനുള്ള ആ ഒരു സാധ്യത ഈ ഒരു പോസ്റ്റിങ്ങിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം അത്രയും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പേ ഒരുപാട് നിങ്ങൾക്ക് പേ ആൻഡ് അലവൻസ് കാര്യങ്ങളെന്ന് വെച്ചാൽ 56,000 മുതൽ 1,70,75,500 ആണ്. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിന് മുകളിൽ തന്നെ സ്റ്റാർട്ടിങ് നമുക്ക് സാലറി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതാണ് ഒട്ടനവധി അലവൻസ്, മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഫിക്സ്ഡ് സ്റ്റൈപ്പൻഡ്, ട്രെയിനിങ് ഡ്യൂറേഷനിൽ നമുക്ക് എന്താണ് 56,000 പെർ മന്ത് നമുക്ക് സ്റ്റാർട്ട് ആ ട്രെയിനിങ് IMA ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന ട്രെയിനിങ് സമയത്ത് നമുക്ക് ലഭിക്കും. പിന്നെ അതുപോലെ ക്വാളിഫിക്കേഷൻ ഗ്രാൻഡ്, അതർ അലവൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന റിസ്ക്കുമായി ബന്ധപ്പെട്ട റിസ്ക് അലവൻസുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതാ യൂണിഫോം അലവൻസ്, റേഷൻ, പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് അലവൻസ്, നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിങ്ങൾക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഓക്കെ, ഹോസ്റ്റൽ സബ്സിഡി, ഓക്കെ, ഇൻഷുറൻസ് സ്കീം, ഒരുപാട് അലവൻസ് ഉള്ള ഒരു പോസ്റ്റാണ്. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം നല്ലവണ്ണം നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ആ 30-ൽ ഒരാൾ നമ്മളാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് അറിയാതെ പോകുന്നുണ്ട്. കാരണം ഇത്രയും നല്ല ഒരു എൻട്രിയാണ് നമുക്ക് ഇന്ത്യൻ ആർമിയിലേക്കൊക്കെ നല്ലൊരു പോസ്റ്റ്, ഉയർന്ന പോസ്റ്റിലേക്ക് തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ
മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യം തന്നെ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5-6 ദിവസം വരുന്ന ആ ഒരു SSB നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ പിന്നെ നിങ്ങൾ പറയുന്ന എന്താണ് നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് എക്സാമിനേഷൻ ഉണ്ട്, മെഡിക്കലി നമ്മൾ ഫിറ്റ് ഓർ അൺഫിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ മെത്തേഡ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10 മുതൽ നിങ്ങൾക്ക് മെയ് 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2024 മെയ് 9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജാണ്, നമ്മുടെ ചാനലിൻ്റെ പേജാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. GSC ലെജുലാൻ്റെ ഒക്കെ നമ്മളിപ്പം പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ് കേരള അഡ്മിറ്റ് കാർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഹോം പേജ് കാണാം. ജസ്റ്റ് ഹോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലായിരിക്കും കേട്ടോ ബട്ടണൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ അപ്പോൾ ഈ ലേറ്റസ്റ്റ് ജോബൊക്കെ ഇവിടെ വരും. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓരോരോ എന്താണ് നിങ്ങൾക്ക് കോളം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് റിസൾട്ട്. അപ്പോൾ റിസൾട്ടൊക്കെ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തോളുന്നില്ല, കാരണം വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്താൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ വെബ്സൈറ്റ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ബുക്ക് മാർക്കൊക്കെ ആക്കി വെക്കാം വെബ്സൈറ്റ് കേട്ടോ. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റഡി മെറ്റീരിയലൊക്കെ. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിലേക്ക് വരും. പിന്നെ കേരള ജോബ്സ് ആണ്. ഇപ്പം ഇനിഷ്യലി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, എല്ലാ എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ലേറ്റസ്റ്റ് ജോബ് ഇന്ത്യൻ ആർമിയുടെ ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ലിങ്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ TGC 140 നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതിൽ താഴെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക് പറഞ്ഞിട്ട് കാണാം. ഇതിൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ. ഇനി അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്നുള്ള ആ ഒരു പേജാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ ആർമിയുടെ ഓൺലി ഫോർ ഓഫീസേഴ്സ് എൻട്രി എന്ന് പറയുന്ന ആ ഒരു ലോഗിൻ പേജിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ അഗ്നിവീർ അഗ്നിപത്തൊക്കെ വേറെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഇതിലൂടെ അല്ല. അപ്പോൾ അതിൻ്റെ നിങ്ങളിപ്പം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി എടുക്കുമ്പോൾ അങ്ങനെ ചെയ്തു പോരുത്, തെറ്റിപ്പോരുത്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ലിങ്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മളിതിൽ മുൻപ് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോഗിൻ ID യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇനി ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി, കാരണം അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കട്ടെ. ആധാർ കാർഡ് വേണം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് വേണം നമ്മുടെ കയ്യിൽ. പിന്നെ സ്കാൻഡ് സ്കോപ്പി സിഗ്നേച്ചർ വേണം, സ്കാൻഡ് സ്കോപ്പി നമ്മുടെ ഫോട്ടോ വേണം കേട്ടോ. അപ്പോൾ 5 KB 20 KB ഇടയിലായിരിക്കണം. പിന്നെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ വേണം നമ്മുടെ കയ്യിൽ, ഇമെയിൽ ID വേണം. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ ആ ഒരു ഇപ്പോൾ BR BTech ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ മാർക്ക് ഷീറ്റ് വേണം. പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ കൊടുക്കും, കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ വേണം കേട്ടോ. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അങ്ങനെ കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇൻസ്ട്രക്ഷൻ ഒന്നും പാടെ നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആധാർ കാർഡ് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ 10ാം ക്ലാസ് ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അത് ഫെച്ച് ഫ്രം ഡിജിറ്റൽ ലോക്കർ. അത് നമുക്ക് ഡിജിറ്റൽ ലോക്കറിന് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ഫെച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിതിലേക്ക് നമ്മുടെ ഡാറ്റാസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിശ്ചയമുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ RRB ഗ്രൂപ്പ് D ഒക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ ഒരു 2024 ലാസ്റ്റിലേക്ക് വിളിക്കും. അപ്പോൾ അതിനെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം വിത്ത് ആൻസർ കീ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ ISRൻ്റെ അപ്പോൾ നിങ്ങൾക്ക് 18ാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ്റെ എല്ലാ എന്താണ് ഈ പറയുന്ന വിവിധ ട്രേഡുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ആൻസർ ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്